ദൈവനാമം മഹത്വപ്പെടട്ടെ. ഒരു ക്രിസ്തുശാസ്ത്ര കീർത്തനത്തിലൂടെയാണ് ഫിലിപ്പിയരിൽ വിനയഭാവം വളർത്തിയെടുക്കുവാൻ പൗലോസ് അപ്പോസ്തലൻ ഉദ്യമിക്കുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 5, 6, 7 പറയുന്ന യേശുക്രിസ്തുവിൻ്റെ പർവ്വത പ്രസംഗം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും അധികം പഠനം ഈ ഭാഗത്തെക്കുറിച്ചാണ് പണ്ഡിതന്മാർ നടത്തിയിട്ടുള്ളത്. ക്രിസ്തുശാസ്ത്ര കീർത്തനമെന്നും സന്മാർഗ കീർത്തനമെന്നും രക്ഷാശാസ്ത്ര കീർത്തനമെന്നും ഇതിനെ വിളിക്കുന്നു. അതുകൊണ്ട് പുതിയ നിയമത്തിലെ ഒരു അടിസ്ഥാന ഭാഗമാണ് ഫിലിപ്പിയ ലേഖനത്തിൻ്റെ 2-ാം അധ്യായം 3-4 തിരുവചനങ്ങൾ. സ്വാർത്ഥതയിൽ നിന്ന് മറ്റുള്ളവരിൽ ക്രിസ്തുവിനെ പോലെയുള്ള ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനുള്ള അടിസ്ഥാനപരമായ മാറ്റത്തിന് ഈ ഭാഗം ആഹ്വാനം ചെയ്യുന്നു. അതിലൊന്നാമത്തേത് സ്വാർത്ഥത വെടിയുക. ഇവിടെ 3-ാം വാക്യത്തിൽ എറിത്തയ എന്ന ഗ്രീക്ക് വാക്കിന് ശഠ്യം എന്നതിനേക്കാൾ സ്വാർത്ഥ താല്പര്യം എന്ന വിവർത്തനമാണ് കൂടുതൽ ശരിയായിട്ടുള്ളത്. അധികാരത്തിനും അന്തസ്സിനും വേണ്ടിയുള്ള കിടമത്സരം, തർക്കം എന്നിവ മറ്റുള്ളവരെ താറടിച്ച് മുന്നേറുവാൻ ശ്രമിക്കുന്നു എന്നതാണ് എറിത്തിയ എന്ന വാക്കുകൊണ്ട് അപ്പോസ്തലൻ ഇവിടെ അർത്ഥമാക്കുന്നത്. സ്വാർത്ഥ താല്പര്യവും ദുരഭിമാനവും സമൂഹത്തിലെ ഭിന്നതകളുടെ നാരായ വേരുകളായതിനാൽ അതിൽ നിന്ന് സ്വതന്ത്രമാകാതെ ഐക്യം കൈവരിക്കുക സാധ്യമല്ല. സ്വയം വലിയവനായി ഓരോരുത്തരും കണക്കാക്കുമ്പോൾ സ്വാർത്ഥ താല്പര്യവും ദുരഭിമാനവും ഹൃദയത്തിൽ തലപൊക്കും. മറ്റുള്ളവരുടെ പ്രശംസകൾ നേടുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതുമായ ഒരു സ്വഭാവ വൈകല്യമാണിത്. ഇതിന് മറുമരുന്ന് ഓരോരുത്തരും മറ്റുള്ളവനെ തന്നെക്കാൾ ശ്രേഷ്ഠനെന്ന് കരുതുകയാണ്. വിനയത്തിൻ്റെ ഈ ആദ്യപടിയിൽ വായനക്കാരെ കൈപിടിച്ചു കയറ്റുവാനാണ് അപ്പോസ്തലൻ്റെ ശ്രമം. ദുരഭിമാനത്തിന് ഘടകവിരുദ്ധമായ ഭാവമാണ് മറ്റുള്ളവർ തന്നെക്കാൾ ശ്രേഷ്ഠനെന്ന് സ്വയം അംഗീകരിക്കുക എന്നത്. സേവിക്കപ്പെടുന്നതിന് പകരം സേവിക്കുവാൻ തിരഞ്ഞെടുക്കുന്ന മാനസികാവസ്ഥയാണിത്. പ്രിയമുള്ളവരെ, സ്വാർത്ഥ താല്പര്യവും ദുരഭിമാനവും ഉപേക്ഷിച്ച് വാദങ്ങളിൽ കൂടി ജയിക്കുവാൻ ശ്രമിക്കാതെ മറ്റുള്ളവരെ കേൾക്കുന്നവരും ക്ഷമിക്കുന്നവരും സ്നേഹിക്കുന്നവരും മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി സഹായിക്കുന്നവരും ആത്മാർത്ഥമായും പ്രതിഫലേച്ഛയില്ലാതെയും നമ്മുടെ നല്ല പ്രവർത്തനങ്ങളിലൂടെ മറ്റുള്ളവരെ സ്വാധീനിക്കുന്നവരും സഭയുടെയും സമൂഹത്തിൻ്റെയും ഐക്യത്തിനും ആരോഗ്യത്തിനും അഭിവൃദ്ധിക്കും വേണ്ടി സ്വയം ശൂന്യരായി കൂട്ടായി നിൽക്കുന്നവരുമായിരിക്കുവാൻ വചനഭാഗം നമ്മെ ഉപദേശിക്കുന്നു. ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവെന്നൊരു വലിയൊരു രഹസ്യം റോമാലേഖനം 5-ാം അധ്യായം 5 കൂടി കർത്താവ് നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് ഇവിടെ പ്രാവർത്തികമാകേണ്ടതുണ്ട്. നാം വിശുദ്ധിയിലേക്ക് വളരുവാനാണ് പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുന്നത്, അല്ലാതെ നാം വിശുദ്ധരായതുകൊണ്ടല്ല. ആ പരിശുദ്ധാത്മാവിനോടൊപ്പം ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പകർന്നിരിക്കുന്നു. പക്ഷേ പരിശുദ്ധാത്മാവും സ്നേഹവും പകർന്നു തന്നിട്ടും സ്വാർത്ഥ താല്പര്യവും ദുരഭിമാനവും മൂലം നാമും കുടുംബവും സഭയും സമൂഹവും നശിക്കുന്നുവെങ്കിൽ ക്രിസ്ത്യാനി എന്ന നിലയിൽ നമ്മുടെ സ്ഥിതി എന്തെന്ന് സ്വയം ശോധന ചെയ്ത് നമ്മെ തന്നെ ക്രിസ്തുവിനോട് അനുരൂപമാക്കുവാൻ ഈ വേദഭാഗം ഉപകരിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ. ആമീൻ.